ഇതെന്തോ ചേട്ടാ ഇത്? ബേക്കിംഗ് കണ്ടിട്ടില്ലേ? മനുഷ്യൻ ഇരട്ടിപ്പണി ഉണ്ടാക്കാനായിട്ട് എൻ്റെ കിച്ചൺ കിടക്കുന്നു നോക്ക്. വിജയുടെ അടുത്ത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കിച്ചണിൽ കയറി ഇമാതിരി തോന്നിവാസം ഒന്നും കാണിക്കരുതെന്ന്. തോന്നിവാസോ? ദീപ്തി, കേവലം തോന്നിവാസം അല്ല കേക്ക് ബേക്കിംഗ്, അതൊരു കൾച്ചറാണ്. ഒരു കേക്ക് മിക്സിംഗ് സെറമണിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തതാ, ടൈം കിട്ടിയില്ല. അല്ലെങ്കിൽ ഇമാതിരി കോമാളിത്തരം കാണിക്കാൻ വിജയേട്ടൻ കഴിഞ്ഞുള്ളൂ എന്ന് എനിക്കറിയാം. ദേ, എന്ത് വേണേലും കാണിച്ചോ, പക്ഷെ എല്ലാം കഴിയുമ്പോൾ എൻ്റെ കിച്ചൺ പഴയപടി അങ്ങ് ആക്കിയേക്കണം, കേട്ടല്ലോ? ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ. കേക്ക് റെഡിയാവുമ്പോ വായം പൊളിച്ച് തിന്നാ വാ കേട്ടാ. ഒരു പറങ്ങേണ്ടിയുടെ വീസുപോലും തരത്തിലടി. അയ്യോ വേണ്ടായേ. കഴിഞ്ഞ ഓണത്തിന് സാർ ഒരു പായസം ഉണ്ടാക്കിയതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പായസം അതിൽ ഞാൻ എക്സ്പെർട്ട് അല്ലായിരുന്നു, പക്ഷെ കേക്ക് അത് എൻ്റെ ഏരിയ. ഐ ആം ദി ബെസ്റ്റ് ഹോം ബേക്കർ ഇൻ ടൗൺ. എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞ്. ഇന്ന് ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അയൽവക്കക്കാരെല്ലാം ഇത് പറയും. അപ്പൊ വിതരണം ഉണ്ടോ? ഉണ്ട്. ക്രിസ്മസ് ആയിട്ട് സാമൂഹ്യ ദ്രോഹം കൊള്ളാം. ചേട്ടാ കേസാവേ? കേസാ? ചേട്ടാ, ഒരു കഷ്ണം കേക്ക് കൊടുക്കുന്ന എങ്ങനെ കേസാവുന്നേ? കേക്ക് കൊടുക്കുമ്പോഴല്ല, ഇത് കഴിച്ചിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ലോ അപ്പോ. ഓ നെഗറ്റീവ്. നീ അങ്ങോട്ടൊന്ന് പോയേ. മനുഷ്യർ സ്വസ്ഥമായിട്ട് പരിപാടി ചെയ്യാനും സമ്മതിക്കില്ല. പുറകെ 100 കുറ്റം പറഞ്ഞോളൂ. ചേട്ടാ കുറ്റം ഉള്ളോണ്ടല്ലേ പറയുന്നേ? നീ ഒന്ന് മുകളിൽ എങ്ങനെ പോയിരിക്കൂ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. പോ 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 പോ. ഇതാ കുഴപ്പം. അടുക്കള കയറിയില്ലെങ്കിൽ പറയും ഒരു പണിയും ചെയ്യുന്നില്ല, ഒരു സഹായവും ഇല്ല എന്ന്. അടുക്കള കയറിയാലോ അയ്യോ നമ്മുടെ അടുക്കള മുഴുവൻ ചീത്താക്കിയെന്ന് പറയുകയും ചെയ്യും. നമ്മൾ ഭർത്താക്കന്മാരുടെ വിഷമം കേൾക്കാൻ ഇവിടെ ആരും ഇല്ലേ ദൈവമേ? ദീപ്തി, ലൈറ്റർ എവിടെ? എന്നാ നീ കൊണ്ടുവരൂ, ഇവിടെ നിന്ന് കത്തിക്കാനാ. അയ്യേ, വേദനിച്ചില്ല വേദനിച്ചില്ല. ദീപ്തി, ആരാ ഒന്ന് നോക്കുവോ? വേണേ പോയി നോക്ക്. ഞാൻ ഇവിടെ ഒരു പണി എടുക്കുകയല്ലേ, ഒന്ന് പോയി നോക്ക്. ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കാനുള്ള പണിയല്ലേ? എന്നാ അവിടെ കിടന്ന് അടിക്കട്ടെ. അടിക്കട്ടെ, എനിക്കെന്താ? നോക്കണ്ടല്ലോ, ഇങ്ങനെ 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 അരിയണം. എന്തെന്ന്? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. എവിടെ പോയി? അനക്കൊന്നും ഇല്ലല്ലോ. അവിടെ തന്നെ ഉണ്ടോ? ബെല്ലടിച്ച് താരാണാവോ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വിജയേട്ടാ, കേക്കിന്റെ മണം അടിച്ച് കൊതി സഹിക്കാൻ വയ്യാതെ വരിക. വരട്ടെ, ആട്ടി വിടും ഞാൻ. വിജയേട്ടാ. തരില്ല ദീപ്തി, നീ ഇനി എത്ര കെഞ്ചി ചോദിച്ചാലും ഇതിൽ നിന്നൊരു കുഞ്ഞു പീസ് പോലും ഞാൻ നിനക്ക് തരില്ല. അയ്യേ, അതിനതാർക്ക് വേണം? ദേ ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്ന. ഗിഫ്റ്റാ? ആരാച്ചേ? ആരാന്നറിയില്ല, പുറത്തോണ്ട് വെച്ചിട്ട് പോയേക്കുക. ഓ, ആരാധകരായിരിക്കും. എവിടെ നോക്കട്ടെ. ഓ, ഗിഫ്റ്റൊക്കെ കിട്ടിയ കാലം മറന്നു. പണ്ട് ട്രിവാൻഡ്രത്തായിരുന്നപ്പോൾ എന്തോരം ഗിഫ്റ്റാണ് കിട്ടിയിരുന്നതെന്നറിയാമോ? അതായത് ഗിഫ്റ്റ്സ്, ക്രിസ്മസ് കാർഡ്സ്, ലെറ്റേഴ്സ്, ബൊക്കെ, അതിൻ്റെ ഒരു അയ്യര് കളിയായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല. നിനക്കെങ്ങനെ ഓർമ്മ കിട്ടാനാ? കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു നല്ല കാലം എനിക്കുണ്ടായിരുന്നു. നൂറുകണക്കിന് കത്തുകൾ എനിക്ക് ഒരു ദിവസം കിട്ടിയിരുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ? ചോര കൊണ്ടെഴുതിയ ലവ് ലെറ്റർ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചാക്കോച്ചനല്ലേ കിട്ടിയിട്ടുള്ളത്? ചാക്കോച്ചിന് കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആദ്യം എനിക്കാണ് കിട്ടിയത്. ഞാൻ പിന്നെ ഇതൊന്നും ആരോടും പറഞ്ഞില്ല. എനിക്ക് ഈ പബ്ലിസിറ്റി ഒന്നും വലിയ താല്പര്യമില്ലല്ലോ. എനക്കറിഞ്ഞൂടെ? പിന്നെ എനിക്കറിയാം. അതെ, തള്ളിക്കഴിഞ്ഞെങ്കിൽ ഇതിനകത്ത് എന്താന്ന് നോക്കിയാലോ? തള്ളിയതല്ല, ഉള്ളതാ. ശരി, വിശ്വസിച്ച് ഒന്ന് തുറന്നേ. നിനക്കെന്താ ഒരു അസൂയ പോലെ?
അസൂയ എന്തിന്? അല്ല, നിനക്കിങ്ങനെ ഗിഫ്റ്റ് ഒന്നും അയക്കാൻ ആരും ഇല്ലല്ലോ. പക്ഷെ സാരമില്ല, എൻ്റെ ഗിഫ്റ്റ് നിന്റെയും കൂടെയാണ് കേട്ടോ. ഓ ശരി, സമ്മതിച്ചു. വാ, ഇതൊന്ന് തുറന്നു നോക്കാം എന്തായാലും. വാ, വാ, നോക്കാം. അതെ, ഇതിലിപ്പോ എന്താണെങ്കിലും ഞാൻ ഹാപ്പിയാ ദീപ്തി. ഇതിനകത്ത് ഇപ്പൊ ഇനി ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും ഞാൻ ദാ ഇവിടെ എവിടെയെങ്കിലും കുത്തി നിർത്തും. ഗിഫ്റ്റ് ഇസ് ഓൾവേസ് പ്രഷ്യസ്. ചോരയല്ല. അയ്യേ, പാക്കിംഗ് സ്റ്റൈലൊക്കെ കണ്ടിട്ടേ ഏതോ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. പണ്ടേ പെൺകുട്ടിയൊക്കെ എൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹമാണ്. നാണം കൊണ്ടായിരിക്കും പുറത്ത് വെച്ചിട്ട് പോയത്. കള്ളി. ചുവന്ന മുണ്ട്. ഓ ഓ, ക്രിസ്മസ് സ്പെഷ്യൽ സാന്റ മുണ്ട്. സാന്റ മുണ്ടോ? ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദീപ്തി. നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് കേട്ടോ. നല്ല വിലയായി കാണും. ഓഹ്, ആരാധകരുടെ ഈ സ്നേഹം കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് എൻ്റെ കണ്ണ് നിറയുന്നത്. നോക്കിക്കോ ദീപ്തി, ഞാൻ ഈ മുണ്ടെടുക്കും, ഈ ക്രിസ്മസിനെടുക്കും. എന്നിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ആ കുട്ടിക്ക് സന്തോഷമാവട്ടെ. ഇത്തിരി നീളം കൂടുതലാണല്ലോ. ഓ, ഡബിളാ. ഒന്ന് പിടിച്ചേ. എന്നാലും ഇത്തിരി നീളം കൂടുതലാണല്ലോ ദീപ്തി. അതെ, ഇത് മുണ്ടല്ല, സാരിയാ. അതിന് ഞാൻ സാരി കൊടുക്കാറില്ലല്ലോ. ആ, എന്നാലേ ഇത് സാരി തന്നെ. ഇത് എനിക്കുള്ള ഗിഫ്റ്റാ. നിനക്കാര് ഗിഫ്റ്റ് അയക്കാൻ? ഇത് മുണ്ട് തന്നെ. ദാ കുറച്ച് നീളം കൂടുതലാണെന്നേ ഉള്ളൂ. നോക്കി. മുണ്ടിന് എവിടുന്നാ മുന്താണി? ഇത് സാരിയാ. നോ, നെവർ. ഒരു ക്രിസ്മസ് കാർഡ്. വിഷ് യു എ മെരി ക്രിസ്മസ്. ഒരു കത്ത്. വായിച്ചേ. പ്രിയ സഖി. സഖിന്ന് ഞാൻ പറഞ്ഞില്ല, ഇത് എനിക്കുള്ളതാ. ബാക്കി വായിക്ക്. മഞ്ഞു പെയ്യുന്ന മാമരം കോച്ചുന്ന ഈ ഡിസംബർ മാസത്തിൽ ചുവപ്പിൻ്റെ അരുണിമയും പ്രതീക്ഷയുടെ മുകുളങ്ങളും വിടരട്ടെ. ഇത് നിനക്കായുള്ള എൻ്റെ ക്രിസ്മസ് സമ്മാനം. സ്നേഹപൂർവം, ചന്ദ്രകാന്തൻ. നല്ല സാരി അല്ലേ ചേട്ടാ? അവൻ്റെ പേരെന്തോന്നാ പറഞ്ഞേ? ചന്ദ്രകാന്തൻ. നല്ല ആഠിത്യമുള്ള പേരല്ലേ? ആഠിത്യോ? യവൻ കോഴി. കണ്ടില്ലേ പൈങ്കിളി സാഹിത്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ആളൊരു ഭീരുവാ കേട്ടാ. അതെന്താ? വീടിന്റെ പുറത്ത് ഗിഫ്റ്റ് വെച്ചിട്ട് പോയാ അവൻ മാന്യനായിരുന്നെങ്കിൽ അകത്ത് കയറി വന്ന് സംസാരിച്ച് മെറി ക്രിസ്മസും വിഷ് ചെയ്തിട്ടേ പോവുള്ളായിരുന്നു. ഒന്ന് പോവൂ ചേട്ടോ, പാവം. നമ്മൾ ബെല്ലടിച്ചിട്ട് തുറക്കാതിരുന്നിട്ടല്ലേ? ആരും ഇല്ലെന്ന് വിചാരിച്ചിട്ട് പുള്ളി വെച്ചിട്ട് പോയതായിരിക്കും. കണ്ടവന്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുന്ന തെണ്ടി. ചേട്ടന് പൊസസീവ്നെസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊച്ചീവ്നെസ്. എന്നാലും ചന്ദ്രകാന്തൻ എൻ്റെ മനസ്സ് എങ്ങനെ കണ്ടു എന്നാ. ഞാൻ ഇന്നലെ കൂടെ വിചാരിച്ചതേ ഉള്ളൂ, ഈ ക്രിസ്മസിന് എടുക്കാൻ എനിക്കൊരു റെഡ് സാരി വാങ്ങിക്കണമെന്ന്. എന്നിട്ട് നീ എന്തുകൊണ്ട് അത് എന്നോട് പറഞ്ഞില്ല? അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാൻ പറ്റുമോ? ചില കാര്യങ്ങൾ സ്വയം അറിഞ്ഞ് അങ്ങോട്ട് ചെയ്യണം. ദേ ഇതുപോലെ. ദീപ്തി നിക്ക്. എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ ചന്ദ്രകാന്തൻ നിന്റെ രഹസ്യ കാമുകനല്ലേടി? അവന് വേണ്ടി നീ എന്നെ ചവിട്ടിയല്ലോടി. പിന്നെ ഞാനത് ഉടുപ്പിക്കില്ലടി. നോക്കോ. അയ്യോ, എന്റെ കേക്ക്. നല്ല സാരി, എനിക്ക് നല്ലോണം ചേരുന്നു. ഇനി ഇതിന് ചേരുന്ന ഒരു കമ്മലും മാലയും കൂടെ വാങ്ങിക്കണം. അതും കൂടെ ആ ചന്ദ്രകാന്തനോട് പറയാത്തെന്ത്? അവൻ വാങ്ങിച്ചു തരുമായിരുന്നല്ലോ. ഓ, ഞാൻ പറഞ്ഞോളാം. എന്താ ഉദ്ദേശം? ഉദ്ദേശം ഈ ക്രിസ്മസിന് ഈ സാരി ഉടുക്കണം, ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ താങ്ക് യു ചന്ദ്രകാന്ത എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം. അയ്യേ, അങ്ങനൊന്നും ചെയ്യല ദീപ്തി. അവൻ വിചാരിക്കൂലേ നമ്മൾ സാരി ഒന്നും കാണാതെ കിടക്കുകയാണെന്ന്. ആഹാ, അപ്പൊ വിളിച്ചേട്ടൻ രാവിലെ പറഞ്ഞതോ എന്ത്? ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യൂന്ന്. അതുപോലെയാണോ ഇത്? അല്ലേ? അല്ല.
നീ കേക്ക്. ഇപ്പോഴേ ഒരുപാട് ഞരമ്പ് രോഗികൾ ഇറങ്ങിയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. എന്നിട്ട് പലതും പറഞ്ഞ് വിശ്വാസം പിടിച്ചു പറ്റും. എന്നിട്ടൊരു ഭീമമായ തുക അടിച്ചു മാറ്റി. കഷ്ടം തന്നെ. കഷ്ടമൊന്നുമില്ല, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാ. ദീപ്തി, ഒരുത്തനെയും വിശ്വസിക്കരുത്. അവസാനം നഷ്ടപ്പെട്ടിട്ട് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. പറഞ്ഞേക്കാം. ഹലോ, പറഞ്ഞ് എങ്ങോട്ടോ ഈ കയറി പോകുന്നത്? അതെ, എൻ്റെ അടുത്ത് ആരെങ്കിലും അതിര് കടന്ന് പെരുമാറാൻ വരികയാണെങ്കിൽ അവനെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. കേട്ടല്ലോ? അതോർത്ത് സാറ് വിഷമിക്കണ്ട. പിന്നെ ചന്ദ്രകാന്തൻ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓഹോ, അപ്പൊ ഭർത്താവായ എന്നെക്കാട്ടിലും വിശ്വാസം നിനക്ക് അവനെയാണ് അല്ലേടി? ചേട്ടാ, വിജയൻ ഇപ്പൊ എന്താ പ്രശ്നം? ഈ ഗിഫ്റ്റ് വന്നത് എനിക്കാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ അസൂയാണ്. ഒരു മനുഷ്യന് ഇത്ര അസൂയ പാടില്ല. അസൂയ എനിക്കാ? എടേ, എനിക്ക് കിട്ടിയത്ര ഗിഫ്റ്റ് ഒന്നും ഈ ലോകത്ത് ഒരുത്തനും കിട്ടിയിട്ടില്ല. പണ്ടേ ചോര കൊണ്ട് എഴുതിയൊരു ലവ് ലെറ്റർ. അതൊരിക്കൽ ഓടിയതാ. പിന്നെ കല്യാണത്തിന് മുമ്പ് ഗിഫ്റ്റ്സ് ഒക്കെ എനിക്കും കിട്ടിയിട്ടുള്ളതാ. നിനക്കാരെയെന്ന്? എൻ്റെ ബോയ് ഫ്രണ്ട്സ്. ബോയ് ഫ്രണ്ട്സാ? ആ. നീ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയേണ്ട കാര്യമുണ്ടോന്ന് എനിക്ക് തോന്നിയില്ല. തോന്നിയില്ലെന്നാ? അപ്പൊ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതാ. ആര് പറഞ്ഞു എന്നോടെല്ലാം തുറന്നു പറയാൻ? ഞാൻ പറഞ്ഞോ? അപ്പൊ എന്റെ തുറന്നു പറച്ചിലൊന്നും ഇവിടെ ഒരു വിലയും ഇല്ല അല്ലേ? ദീപ്തി നിക്ക്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? എന്താ വെച്ചേട്ടാ? ഈ ചന്ദ്രകാന്തനല്ലേ നിന്റെ പഴയ ബോയ് ഫ്രണ്ട്? എന്റെ വായിരിക്കുന്ന തെറിയൊന്നും കേൾക്കരുത്, കേട്ടല്ലോ? ഓഹോ, അപ്പൊ നിനക്ക് തെറിയൊക്കെ അറിയാല്ലേ? ഞാൻ മനസ്സിലാക്കിയ ആളേ അല്ല ദീപ്തി നീ. ഇതെന്ത് വെറുപ്പിക്കലാണെന്ന് നോക്കണേ. ഈ സാരിയാണ് ഇപ്പൊ വെച്ചേട്ട പ്രശ്നം. ആ, ഒരു കാരണവശാലും നീ ഈ സാരി ഉടുക്കരുത്. നിനക്ക് എത്ര സാരി വേണോ ഞാൻ വാങ്ങിച്ചു തരാം മോളെ. വാങ്ങിച്ചു തരും? ആ, ശരിക്കും? ആ ശരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ പിന്നെ ഇത് ഉടുത്തിട്ട് തന്നെ വേറെ കാര്യം. ചുമ്മാ പൊസസീവ്നെസ്സും കൊണ്ട് നടക്കുകയാണ്. ഒന്നിരിക്കണം. നിന്നെ കൊണ്ട് ഞാൻ ഉടുപ്പിക്കില്ലടി ഇത്. സൗകര്യമില്ല. എന്തോ നിന്റെ ചന്ദ്രകാന്തന്റെ സാരി. കേസ് കൊടുത്തേ. നീ കൊണ്ട് കേസ്. ഞാൻ കേസ് കൊടുത്തോളാം. സാരി തന്നിട്ട് കേസ് കൊടുക്കാം. സാരി തരൂ. ചന്ദ്രകാന്തനുണ്ട് കൈ കെട്ടി പിന്നെ ഇതിനെക്കാട്ടിലും പരിവാക്കിയല്ല ഞാൻ അവനെ. നീ ഇത് മറന്നേക്കടി. മറക്കാൻ എന്റെ ആരാധകൻ തന്ന സാരി. എന്റെ ആരാധകൻ തെണ്ടി. സാരി തന്നു. ഇല്ലെങ്കിൽ ഞാൻ കടിക്കും. കടിക്കും? നീ എന്താ പട്ടിയാ? അത്രയ്ക്ക് കൊടുത്തു. Excuse me. Yes. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇവിടെ ഒരു പ്രശ്നമില്ല അല്ലേ ചേട്ടാ? അതെ അതെ. ആരാ? എന്താ വന്നേ? ചേട്ടാ, ഞാനേ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരിയാ. ഓ, അത് കുട്ടിയായിരുന്നല്ലേ? എൻ്റെ ഫ്രണ്ട് ഒരു സർപ്രൈസ് ആയിട്ടൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട് മാറി ഇവിടെയാ വെച്ചേന്ന് തോന്നുന്നു. അത് കിട്ടിയായിരുന്നോ? കിട്ടിയായിരുന്നോ? ഇല്ല. ഇല്ലേ? ഇല്ല. ഇവിടെ അങ്ങനെ ഗിഫ്റ്റേ വരാറില്ല അല്ലേ ചേട്ടാ? അതെ അതെ അതെ. ഒരു 3 വർഷം മുമ്പ് ആരോ ഗിഫ്റ്റ് അയച്ചതാ. ഇവിടെ അങ്ങനെ ഒന്നും ഗിഫ്റ്റ് വരാറേ ഇല്ല. എന്താണോ എന്തോ അല്ലേ ആരും തരാത്ത.
നമ്മളെ ഇവിടെ ക്ലീനിങ്ങിലായിരുന്നു. പഴംപൊരിയാ? ഇപ്പൊ കിട്ടിയില്ല അല്ലേ? ഇല്ല. ശോ, ഇവിടെ തന്നെ വെച്ചെന്നാ പറഞ്ഞ്. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ എല്ലാം കുളവും. വേഗം എന്തെങ്കിലും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തോ. അതെ, ആ ഗിഫ്റ്റ് പുറത്ത് വെച്ചു എന്നല്ലേ പറഞ്ഞ വീട്ടിന്? ആ. എന്നാ അത് മറന്നേക്ക് കേട്ടോ. അയ്യോ, എന്താ? അത് കള്ളം കൊണ്ടുപോയിട്ടുണ്ടോ? കള്ളനോ? ആ, ഈ ഏരിയ മുഴുവൻ കള്ളന്മാരാ. ആ അതെ അതെ, എൻ്റെ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. ഓ, ആണല്ലേ? എന്നാ പിന്നെ ശരി. അയ്യോ, അങ്ങനെ പോവാണോ? ക്രിസ്മസ് ഒക്കെ ആയിട്ട് അകത്തേറി പരിചയപ്പെട്ടിട്ടൊക്കെ പോവാം. പിന്നെ ഒരു ദിവസമാട്ടെ. പോട്ടേന്ന്. അയൽവക്കക്കാരെ വെറുപ്പിച്ച് വിടല്ലേ. എൻ്റെ കേക്ക് കൊടുത്ത് ഇംപ്രസ് ചെയ്യാം. പ്ലീസ് അകത്തേറിയിട്ട് പോവാന്നേ. വരും. വരൂ വരൂ വരൂ. ചിരിച്ചിരിച്ചെന്റെ മുഖം വേദനിക്കുന്നു. ഈ മനുഷ്യന് കവിട്ട് പോയി കിടക്കുമോ? കൊടുക്കൂ ചേട്ടാ. ഇതെന്ത് ഡിഷാ? ഇതെന്താ ഇത്? കേക്ക് എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പാളി. ഇത് കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് കേക്ക്. ആ, കഞ്ഞി കേക്ക്. വെറൈറ്റിയാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേ. പിന്നെന്താ, എപ്പോ വേണോ പറഞ്ഞുതരാം. നല്ല കുട്ടിയല്ലേ? ദീപ്തി നോക്ക്. ഇതെനിക്കുള്ളതാ.